നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ആരാധിക്കുവാൻ പുതിയ അഭിഷേകം നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഈ ആരാധന കൂടുന്ന എല്ലാവർക്കും വലിയ അഭിഷേകമായി എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുവാനും വിശ്വാസം തീഷ്ണതരമാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി. ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ സീരിയസ് കാതലായ ഒരു വിശ്വാസ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ വന്ന 2 സാക്ഷ്യങ്ങൾ, ഒന്ന് ജോ മേഴ്സിയുടെ സാക്ഷ്യവും കാഞ്ഞിരപ്പള്ളി, ഒന്ന് ആൽഫായുടെ സാക്ഷ്യവും തൃശ്ശൂർ. ഈ 2 സാക്ഷ്യങ്ങളൊരു കോമൺ ഫാക്ടറുണ്ട്. അവിടെ ഉടമ്പടി പുരോഗമന ജീവിതത്തിൽ എവിടെയോ വെച്ച് ഇവർക്ക് വിശ്വാസം പെട്ടെന്നിങ്ങനെ കൈമോശം വരുന്നത് പോലെ തോന്നും. അത് അവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും തോന്നും. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അഡ്വാൻസ്, ഒരു പുരോഗതി ഉണ്ടായെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നത് കൈമോശം വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിശ്വാസവും പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിഷയബന്ധിയായ വിശ്വാസമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഒരു സീരിയസ് വിഷയമാണ്. വിശ്വാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എല്ലാവർക്കും തന്നെ വിഷയബന്ധിയാണ്. അവിടെ വിശ്വാസത്തെ വിഷയവുമായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പക്ക നോൺസെൻസ് ആയിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മളൊരിക്കലും വിശ്വാസത്തെ വിഷയമായി കണക്ട് ചെയ്തരുത്. എന്താ കാരണം? വിശ്വാസം നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്രിസ്തുവുമായിട്ടല്ല. എന്തുമായിട്ടാണ്? നമ്മുടെ ജോലിയുമായിട്ടും വീടുമായിട്ടും വിവാഹമായിട്ടും മക്കളുമായിട്ടാണ് വിശ്വാസം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു ആപത്താണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഈ സന്നിധിയിൽ ആയിരിക്കുന്നത്. എൻ്റെ പേര് ചിന്നു, എൻ്റെ ഹസ്ബൻഡ് ക്രിസ്റ്റോപ്പോൾ, ഞങ്ങളുടെ മകളാണ് ഷാർലറ്റ്. ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള മറ്റൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ടൗൺ ചർച്ച് മറ്റൂർ ഇടവകാംഗങ്ങളാണ്. ഞാൻ 2018 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 2021 സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ആ പ്രഗ്നൻസി ഒരു ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നില്ല. കാരണം 2-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോഴാണ് കുഞ്ഞ് യൂട്രസിലല്ല, മറിച്ച് എൻ്റെ വലതുവശത്തെ ട്യൂബിലാണ് വളരുന്നത്. 2 മാസം ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ട്യൂബ് റപ്ചേർഡായിരുന്നു. അങ്ങനെ ട്യൂബ് ഉൾപ്പെടെ ഏകദേശം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എൻ്റെ വലതുവശത്തെ ട്യൂബ് റിമൂവ് ചെയ്തു. വിവാഹം കഴിഞ്ഞ് 9 മാസം ആയിട്ടുള്ളൂ.
ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം വെറും 50% കുറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റൽ മാറി ഒരു സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഇതിന് പോസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലപാടിൽ ഞാനും ഹസ്ബൻഡും നിന്നു. പക്ഷെ മാസങ്ങൾ കടന്നു പോയി. ഓരോ മാസം ഒരു ദിവസം പീരീഡ്സ് ലേറ്റായ ഞങ്ങൾ വേഗം ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അങ്ങനെ മാസങ്ങൾ ഓരോന്ന് കടന്നു പോയി, വർഷങ്ങൾ ഓരോന്നിങ്ങനെ പോകാൻ തുടങ്ങി. 1 വർഷം, 2 വർഷം, 3 വർഷം ഞങ്ങൾക്ക് പറ്റാതെയായി. മാനസികമായിട്ട് വളരെയധികം തളരാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു അച്ഛൻ, ഒരു ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛനറിയാം. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയിട്ട് കൃപാസന മാതാവിൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുക, പരിശുദ്ധ അമ്മ നിനക്ക് എന്തായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും. ഞാനിവിടെ 2018 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയ ഒരാളാണ്. പക്ഷെ ഒരു ഇടവേളയിൽ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചിട്ട് ഞാൻ മറന്നു. പക്ഷേ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃപാസന മാതാവാണ്. ഇനി മാതാവ് മാത്രമാണ് എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഞാനും ഹസ്ബൻഡും, ഞാൻ മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച നിയോഗങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചത്, അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് 2024 മെയ് മാസം 24-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസന മാതാവ് യഥാർത്ഥത്തിൽ സഞ്ചാരി മാതാവ് തന്നെയാണ്. കാരണം മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങൾ അറിയാതെ തന്നെ പരിശുദ്ധ മാതാവ് ഉയർത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലും. ഉടമ്പടി തൈലം ഞങ്ങൾ പരസ്പരം കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഉടമ്പടി ധ്യാനമായിരുന്നു. കാരണം ഓരോ ഉടമ്പടി ധ്യാനം, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവ് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഉപവസിച്ചിട്ടായിരുന്നു ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഉടമ്പടി ധ്യാനങ്ങളിൽ അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകും. ഞങ്ങളങ്ങനെ പരസ്പരം സമാധാനിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 3 മാസം കഴിഞ്ഞു. ഈ 3 മാസം ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ചെയ്തു വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ ഞാനിവിടെ വന്നു. ഉടമ്പടി പുതുക്കാൻ നേരത്ത് വീണ്ടും നമുക്കറിയാം 6 നിയോഗങ്ങൾ സമർപ്പിക്കണം. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, എൻ്റെ കുടുംബം പൂർത്തീകരിക്കണം. ഞാൻ മാതാവിൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് അത് സമർപ്പിച്ചു. വീണ്ടും ഞാൻ എഴുതിയ എൻ്റെ മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടിയിട്ടായിരുന്നു. പിന്നെയും 3ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മാതാവേ, പക്ഷെ എനിക്ക് സഹിക്കാനുള്ള കൃപ തരണം. പിന്നെ ഞാൻ എന്തൊക്കെയോ നിയോഗങ്ങൾ എഴുതിയത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്ന് നിന്നു. അച്ഛൻ ഞങ്ങളെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപം തന്നു. അച്ഛൻ സൈത്തിൽ കൈമുക്കി അടിവയറ്റിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പരിശുദ്ധ മാതാവ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ, ആ ഒരു ആത്മീയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ടേക്ക് മടങ്ങി. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ വ്യഗ്രത മുഴുവനും എങ്ങനെ നമുക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താം, ഉടമ്പടി എങ്ങനെ നമ്മൾ ഉപയോഗപ്രദമാക്കാം, ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കി 1 മാസത്തിന് ശേഷം ഞാനൊരു കാറ്റഗിസ് അധ്യാപികയാണ്. സൺഡേ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉച്ച സമയത്ത് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങ്. അങ്ങനെ ഞാൻ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി. നമുക്കറിയാം ഏർലി മോർണിംഗിൽ ആണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പക്ഷെ ഞാൻ നേരെ വന്ന് എൻ്റെ റൂമിൽ കയറി ഞാൻ അതിൽ കുറിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ നോക്കുമ്പം 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രഗ്നൻസി കിറ്റിൽ എനിക്ക് 2 ലൈൻസ് തെളിഞ്ഞു വന്നു. അന്ന് ഹസ്ബൻഡും ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഞാനന്ന് ഒരുപാട് കരഞ്ഞു. ഞാനന്ന് ഒരുപാട് മാതാവിനോട് നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അതിനു മുമ്പ് ഒരു 2 അനുഭവങ്ങൾ കൂടി ഞങ്ങൾക്കുണ്ടായി. അതിലൊന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിനുണ്ടായ സ്വപ്നമായിരുന്നു. എന്നേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ മാതാവ് ആത്മീയമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഉയർത്തുന്നതായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഒരാഴ്ച പ്രഗ്നൻസി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ഒരു ദേവാലയത്തിൽ അച്ഛനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ജോസഫ് അച്ഛൻ ഹസ്ബൻഡിൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ക്രിസ്റ്റോ നിങ്ങളെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഇദ്ദേഹം നേരത്തെ ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല അച്ഛൻ തന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ തന്നെ അച്ഛൻ തന്ന കാശുരൂപം അച്ഛനത് പില്ലോയുടെ താഴെ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ജോലിക്ക് പോവും. ഞാനതെൻ്റെ ഡ്രസ്സിൽ എൻ്റെ വയറിനോട് ചേർത്ത് പിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടി. പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എൻ്റെ വയറ്റിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഓരോ സ്കാനിങ്ങിൻ്റെ ടൈമിൽ ചെല്ലുമ്പോഴും ഈ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ മുറുകെ പിടിക്കും. ഞാനത് വയറ്റിനോട് ചേർത്ത് പിൻ ചെയ്യും. സ്കാനിങ്ങിൻ്റെ ടൈമിലെല്ലാം ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും ഈ ഒരു കാശുരൂപം ഞാൻ എങ്ങും വെച്ചിരുന്നില്ല. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഈ കാശുരൂപം ഞാൻ സ്കൂളിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപികയാണ്. ഞാൻ ICSE ISC സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സിലബസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോഴായാലും ഞാൻ പിന്നീട് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ഞാൻ ഈ ലോക്കറ്റ് ഞാനിങ്ങനെ കൊന്തയിൽ പിൻ ചെയ്തു. ഞാനിതെൻ്റെ പോക്കറ്റിലിടും. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എൻ്റെ ലോക്കറ്റിൽ ഞാൻ മുറുകെ പിടിക്കും. മാതാവിനോട് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ്, ഞാൻ 12th ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് വഴി പരിശുദ്ധ അമ്മ മാതാവ് ഈ കുട്ടികളെയും വളരെയധികം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അവർക്ക് എല്ലാവർക്കും 2025 എക്സാമിനേഷന് ഉന്നത വിജയം നൽകി. അതും എൻ്റെ സബ്ജക്റ്റ്, നമുക്കറിയാം ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാക്കി അതിനെ മാറ്റി. മാത്രമല്ല ഉന്നത വിജയത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും പാസ്സായി. അങ്ങനെ എൻ്റെ 9 മാസം പ്രഗ്നൻസി ജേണി കഴിഞ്ഞു. 2025 ജൂലൈ മാസം 16-ാം തീയതി തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കുഞ്ഞിന് ഞങ്ങൾ ഷാർലറ്റ് മറിയം പോൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് ഞങ്ങൾ മറിയം എന്ന് അവൾക്ക് പേരിൽ ചേർത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. എന്നേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു ഉടമ്പടിയെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്ത ഒരാളാണ്. കാരണം എന്നേക്കാൾ ഉപരിയായിട്ട് ഹസ്ബൻഡ് എല്ലാ പ്രാർത്ഥനയും എന്നെപ്പോലെ തന്നെ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ധ്യാനത്തിൻ്റെ സമയത്തായാലും ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കില്ല, അദ്ദേഹം ലൈവ് കാണുകയാണെങ്കിൽ എന്നോട് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യും, എനിക്കിന്ന് മാതാവിൻ്റെ സുഗന്ധം കിട്ടി. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് പല സമയങ്ങളിലായി പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ മുറിയിൽ ഒരു പ്രത്യേക സുഗന്ധം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നമുക്കറിയാം നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ
ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് അറിയില്ല അതെങ്ങനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. കാരണം അതുപോലുള്ളൊരു ദൈവിക സുഗന്ധമായിരുന്നു ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടത്. ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോനെ ഉള്ള രൂപം കാണുമ്പോൾ ഞാൻ പറയും, മാതാവേ എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്കും എൻ്റെ കയ്യിൽ വെച്ച് തായോ. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നായിരുന്നെങ്കിൽ, ഉടമ്പടിക്ക് ശേഷം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃത ജപം. എൻ്റെ ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ മുഴുവനും എന്നെ താങ്ങി നിർത്തിയത് ഈ ഒരു സുഹൃത ജപമായിരുന്നു, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിരുന്നത് കൃപാസന പത്രം ഞങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ്, സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷിയാണ്. ഞങ്ങൾ കാണുന്നവരോടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങൾ മുതൽ പ്രായമായവരുടെ അടുത്ത് വരെ ഞങ്ങൾ പോകും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഫുഡ് കൊടുത്ത് സഹായിക്കാറുണ്ട്. ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ കാരണം ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ മാതാവ് ഈശോ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഈ ഒരു അനുഗ്രഹത്തിന്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പൂർത്തീകരിച്ചതിന് കൃപാസനം പ്രസാദവര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ അമ്മ മാതാവ് സ്വർഗത്തിൽ നിന്നും ത്രിയേക ദൈവത്തിൽ നിന്നും എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസം 27-ാം തീയതി ആയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ 2020 ഫെബ്രുവരി മാസം 29-ാം തീയതി ഞാനൊരു ട്രെയിൻ യാത്രയ്ക്കിടെ ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത്. അപ്പം ഞാനൊരു വലിയൊരു സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോയായിരുന്നു. ഞാൻ ട്രേഡിംഗ് ചെയ്യുന്നൊരു ബിസിനസ്സുകാരനാണ്. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് വന്നാൽ, ലാഭം വന്നാൽ വലിയ തുക ലാഭം വരികയും നഷ്ടം വന്നാൽ വലിയ തുക നഷ്ടം വരികയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു അതിഭീമമായൊരു സംഖ്യ നഷ്ടത്തിലൂടെ വരുന്ന സമയത്ത് ആ സമയത്ത് കൊറോണയും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അച്ഛൻ്റെ ഈ വീഡിയോ കാണാനിടയാകുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട്, ഈ അച്ഛൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈ ഉടമ്പടി സത്യമാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ എൻ്റെ ലയബിലിറ്റി ബാധ്യത മുഴുവൻ അമ്മ എനിക്ക് വീട്ടിൽ തരണം. ഇതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ അതൊരു വെർച്വൽ ഉടമ്പടിയായിരുന്നു. ഒരുപക്ഷെ അന്ന് ഓൺലൈൻ ഉടമ്പടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് ഞാനും എൻ്റെ അമ്മ മാതാവും തമ്മിലുള്ളൊരു വിശ്വാസം. ഞാൻ വർഷങ്ങളായി എൻ്റെ ചെറുപ്പം മുതലേ തന്നെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളായത് കാരണം എനിക്ക് അമ്മ മാതാവിലുള്ളൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ ഞാനൊരു വെർച്വൽ ഉടമ്പടി അമ്മ മാതാവുമായിട്ട് എടുക്കാനുണ്ടായി. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ബാധ്യതകൾ പൂർണ്ണമായിട്ട് വീട്ടാനും എനിക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് എനിക്ക് പണിയാനും ആ വീടിന് കൃപാസനമെന്ന് നാമകരണം ചെയ്യാനും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വീട് പണിയുടെ പല സമയത്തും എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യം വന്ന സമയത്തെല്ലാം ഇവിടുത്തെ ഉടമ്പടി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നിരവധി തവണ, എത്ര തവണയെന്ന് കറക്റ്റ് പറയാൻ അറിയില്ല, നിരവധി തവണ എനിക്ക് അമ്മ മാതാവ് സാമ്പത്തികമായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. പേഴ്സണലായിട്ട് 4 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി കിച്ചണിൽ ശുശ്രൂഷ ചെയ്യും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ കിച്ചണിൽ ശുശ്രൂഷ ചെയ്യും. അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും. പിന്നെ കൃപാസനത്തിലേക്ക് നിരവധി ആളുകളെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകി ഇപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തിലൂടെ സ്വർഗത്തിൽ
എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു പരിശുദ്ധിയിൽ ജീവിക്കാൻ അമ്മ മാതാവിനെ അനുകരിക്കുന്നതിനോർത്ത് സ്വർഗത്തിന് അനന്തകോടി നന്ദി പറയുന്നു. ഞാൻ പത്രങ്ങൾ കൊണ്ട് നടന്ന് കൊടുക്കാറുണ്ട്. അത് പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. അത് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അവർക്ക് കൊടുക്കും. അവരിൽ അങ്ങനെ വിശ്വാസം വരാനിടയാക്കിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ആവശ്യമുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത്.